ബാക്കി 3 പേരും അവിടെ നിന്ന് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് ചെണ്ടേരുടെ തിരിപ്പുണ്ട്. നോക്കിയേ, ഷർട്ട് കാണാനില്ല പുള്ളിക്കാരൻ്റെ. ഷർട്ടില്ലാതെ ഇനി വീട്ടിലോട്ട് പോകും. ഷർട്ട് കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് കൊടിമര ഘോഷയാത്രയ്ക്ക് പോവുകയാണ് ഗൈസ്. ഇത് രാത്രിയല്ല, വെളുപ്പാൻ രാവിലെ ആവാറായി. സൂര്യൻ ഇതുവരെയ്ക്കും ഉദിച്ചില്ല. സോ നമ്മൾ ഇന്ന് പോകുന്നത് പോത്തങ്കോട് വാവറ അമ്പലം ആനക്കോട് ശ്രീ തമ്പുരാൻ ക്ഷേത്രത്തിലാണ്. സോ നമ്മളിതേ സാധനമൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ച് പേരെ ഉള്ളു മേളത്തിന്, എന്നാലും നമ്മളിതേ പോകുന്നുണ്ട്. കൊടിമരം മുറിക്കുന്നത് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വാച്ച് ടിൽ ദി എൻഡ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് മേളത്തിന് കയറാൻ പോവുകയാണ്. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് സെറ്റ് മേളം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ ഭജനയൊക്കെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ ഘോഷയാത്രയ്ക്ക് ഇറങ്ങത്തുള്ളൂ. ആശാൻ എങ്ങനെ ഉണ്ടായിരുന്നു മേളം? വിലയിരുത്തേണ്ടത് പിന്നെ ആൾക്കാരല്ലേ, അത് ശരിയാണ്. നമ്മളിത് കൊടിമരത്തിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. സർവീശ്വരപിള്ളായിരുമായ ശ്രീ മഹാദേവൻ വാണരുളുന്ന
തെക്കൻ കേരളത്തിലെ പൂർവ്വ ക്ഷേത്രങ്ങളിലൊന്നായ ആലിക്കോട് പ്രധാനമായ ശ്രീ മഹാദേവ ഒരുപാട് എഴുതുന്ന തെക്കൻ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ ആലിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഗൈസ് അങ്ങനെ നമ്മൾ കൊടിമരമൊക്കെ കൊണ്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം കഴിച്ചിട്ടുണ്ട്. നല്ല ഇഡ്ഡലിയായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളമുണ്ട് ഗൈസ്, നല്ല നാരങ്ങ വെള്ളമുണ്ട്. നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റായിരുന്നു. ഇഡ്ഡലി എല്ലാം കിട്ടി, തൃപ്തിയായി. ഇപ്പോൾ ഇനിയിപ്പം അവർ കൊടിമരം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ശേഷം ബാക്കി മേളം. ആശാന്തെ വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി മൂന്നുപേരും അവിടെ നിന്ന് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് ചെണ്ടയുടെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ ബാഗിൻ്റെ അടുത്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ. ഗൈസ് അങ്ങനെ നമ്മുടെ മേളം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൊടിമരം എല്ലാം കഴിഞ്ഞു. അത്താഴ പൂജ എല്ലാം കഴിഞ്ഞു. സോറി ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ സാധനങ്ങൾ വണ്ടി കയറ്റുന്നു, പോകുന്നു. ഗൈസ് എനിക്കിതാ ഇവിടെ മുണ്ടൊക്കെ ഒരാൾ കൊണ്ട് തന്നിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ മറ്റേ മേളിലൊക്കെ ഇട്ട് കൊട്ടിയത്. എല്ലാവരും എന്തേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള തിരക്കിലാണ്. ഇനി വീട്ടിൽ ചെല്ലണം, വല്ലതും കഴിക്കണം ഗൈസ്. ഇവിടെ അന്നദാനം ഫസ്റ്റ് ദിവസമല്ല, സെക്കൻഡ് ദിവസം തൊട്ടുണ്ട്. അപ്പം നാളെ അന്നദാനമൊക്കെ നമുക്ക് വ്ളോഗ് എടുക്കാം. ഓ സ്റ്റൈല് ഗൈസ്. ഇവിടെ സച്ചു ചേട്ടൻ്റെ ഷർട്ട് കാണാനില്ല ഗൈസ്. ഞാൻ അതും വ്ളോഗ് എടുക്കും. ഇവിടെ ഷർട്ട് കാണാനില്ല. ഇപ്പം ഷർട്ടില്ലാതെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. ഇവിടെ കമ്പെടുത്തിട്ട് ഇതിൻ്റെ ഒരു തൂണിലെടുത്ത് വെച്ചായിരിക്കുന്നു ഗൈസ്. എന്നിട്ട് ഷർട്ടും കാണാനില്ല. ഇത് പിള്ളേരാണ് ഗൈസ്. അമ്പാടിയുടെ ഈ ആത്മാർത്ഥത കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ ഫോണും മൈക്കും ഷർട്ടിനകത്ത് വെച്ച് പൊതിഞ്ഞ് വെച്ച കില്ലാടിയാണ് ഇതായി നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എല്ലാവർക്കും പഴമൊക്കെ നമ്മളൊരു ആൻറ്റി തന്നായിരുന്നു. ആട്ടിലോട്ട് ഇതേ കയറി. സച്ചു ചേട്ടനെ കാണിച്ചു തരാം. സച്ചു ചേട്ടനതേ ഷർട്ടില്ല, ഷർട്ട് കാണാനില്ല. നോക്കിയേ ഗൈസ്, ഷർട്ട് കാണാനില്ല പുള്ളിക്കാരൻ്റെ. ഷർട്ടില്ലാതെ ഇനി വീട്ടിലോട്ട് പോവും. നീ തിന്നോടാ, ഷർട്ടില്ല.
ഇപ്പൊ ഷർട്ടില്ലാതെ വീട്ടിൽ പോ. ഷർട്ടില്ലെങ്കിലും പഴം കഴിയും. അടുത്ത പഴം എടുക്കാൻ വേണ്ടിട്ട് പോണ പോക്കാണ്. ഷർട്ടൊന്നും നോക്കാനല്ല. ഇല്ല ആ ഗൈസ്, അടുത്ത പായസം കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഗൈസ്, ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വേറെ കുറച്ച് മേളക്കാരും കൂടെ വന്നായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ മേളക്കാര് ഡ്രസ്സൊക്കെ എടുത്തിട്ടപ്പം ചേട്ടൻ്റെ ഷർട്ട് കൂടി എടുത്തിട്ട് കാണും. ഗൈസ്, ഇവിടെ പാണിമേളക്കാർ വന്നിരുന്നു. അപ്പം പാണിമേളക്കാരെ കൂടെയാണ് നമ്മൾ വരുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ സച്ചു ചേട്ടൻ ഡ്രസ്സ് മാറാൻ നേരത്ത് ഷർട്ടൊക്കെ ഊരിയിട്ട് അവരെ സൈഡിലോട്ട് അങ്ങാണ്ട് വെച്ച് സംഗതി അവരെ ഷർട്ടെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ബാഗിലിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും കാണും. ഗൈസ്, പാണിയുടെ ചേട്ടന്മാരൊക്കെ വിളിച്ചു നോക്കി, അവരേൽ ഇല്ലെന്ന് പറഞ്ഞ്. സംഗതി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒതുക്കാൻ ഈ വൃത്തിയാക്കാനൊക്കെ വന്ന ഒരു ആളാണെങ്കിൽ അതെടുത്ത് ഇവിടെ വെച്ച് അതാ എല്ലാവരും കണ്ടുപിടിക്കാൻ പോയേക്കാണ്. ഷർട്ട് കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ്, പുള്ളിയുടെ ഷർട്ട് എടുത്ത് വെച്ച് പഴം കൊല അത് പൊതിഞ്ഞെടുത്ത് വെച്ചേക്കുന്നു. സച്ചു ചേട്ടാ, ശരിക്കും എന്താ സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. എവിടെ നിന്നാണ് ഷർട്ട് കിട്ടിയത്? ഷർട്ട് കൊല പൊതിഞ്ഞു വെച്ചിരുന്നത്. പച്ചക്കൊല സേഫായിട്ട് നീല ഷർട്ടിൽ പൊതിഞ്ഞു വെച്ചേക്കുന്നു. ടാർപ്പെന്ന് വിചാരിച്ച് പൊതിഞ്ഞെടുത്ത് വെച്ചേക്കുന്നു. സച്ചു ചേട്ടാ നമ്മുടെ ചെണ്ടേന്ന് കിട്ടിയതാണ്. ചെണ്ടേന്ന് പറ്റിച്ച്. ഇവിടെ നിന്ന് ഒരുപാട് എന്തൊക്കെയോ വിളിച്ചാര് പറയണുണ്ട്. പുള്ളിക്കാരൻ്റെ ഷർട്ടും പോയി, ഷർട്ട് വെച്ച് കൊലയൊക്കെ പൊതിഞ്ഞ് പഴിപ്പിക്കാൻ വെച്ചിരുന്നു. ഞാണ്ട് ഉടുപ്പില്ലാതെ വീട്ടിൽ പോകാൻ നിന്നേണ്. വാവൂട്ടനെ പിടി കിട്ടിയിട്ടുണ്ട്. കടയിൽ വന്നതാണ് കേട്ടോ. വീട്ടിൽ പോടേ. ക്യാമറ ആയിട്ട് ഇവിടെ ഗൈസ്, അങ്ങനെ നമ്മൾ കൊടിമരമൊക്കെ കൊണ്ട് വെച്ചു. മേളത്തിന് ഘോഷയാത്രയ്ക്കൊക്കെ കൊട്ടി. അവിടുത്തെ രാവിലത്തെ ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ഇറ്റ്സ് ബൈ ഫ്രം ചെണ്ട ട്യൂട്ടോറിയൽസ്. ബൈയോട് തിരിയുന്ന ബൈ ഓടാ.